അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് മലബാർ സ്പെഷ്യൽ ഇഫ്താർ ഡിഷായിട്ടുള്ള മസാല ബ്രെഡ് പോളയാണ്. ഇഫ്താർ ഡിഷായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ബ്രെഡ് കൊണ്ടും ചിക്കൻ കൊണ്ടുമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇവയൊക്കെ ഇട്ട് കുക്കറിലൊന്ന് വേവിച്ചതിന് ശേഷം അതിൽ എല്ലൊക്കെ മാറ്റി ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഒരു പാന് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, കുറച്ച് പച്ചമുളക് ഇവയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവയിട്ട് നന്നായിട്ടത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ഞാനിതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടിയ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ 3 മുട്ട കാണിക്കുന്നുള്ളെങ്കിലും ഞാൻ പിന്നെ ഒരു മുട്ട കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അങ്ങനെ പറഞ്ഞത്. നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ മിക്സി ഉപയോഗിച്ച് ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 4 ആക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 4 പീസ്, ഒരു ബ്രെഡ് 4 പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പോള ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ആദ്യം ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ടയിൽ നിന്ന് 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള മുട്ടയിലേക്ക് ഓരോ പീസ് ബ്രെഡ് വീതം മുക്കി നമുക്ക് സോസ് പാനിലേക്ക് വെച്ചു കൊടുക്കാം. ഗ്യാപ്പ് വരാതെ ചുറ്റും വെച്ചെടുക്കുക. പിന്നെ ബ്രെഡ് വെക്കുമ്പോൾ കുറച്ച് മേലേക്കാക്കി വെക്കുക. ഇതുപോലെ അടി മാത്രമല്ലാതെ സൈഡിലേക്കും കുറച്ച് കയറ്റി വെക്കുക. എന്തായാലും അങ്ങനെ വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ മസാല ഒക്കെ ലാസ്റ്റ് പുറത്ത് പോവാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോഴൊക്കെ സൈഡൊക്കെ പുറത്ത് പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബ്രെഡ് വെക്കുമ്പോൾ കുറച്ച് കയറ്റി വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ മേലായിട്ട് മുഴുവൻ മസാലയും ഇട്ടിട്ടുണ്ട്. ഇനി വീണ്ടും ബ്രെഡ് മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് ഇതിൻ്റെ മേലായിട്ട് വെച്ചെടുക്കാം. മാക്സിമം ഗ്യാപ്പില്ലാതെ വെക്കുക. ഗ്യാപ്പൊക്കെ വരികയാണെങ്കിൽ അവസാനം കുറച്ച് ബ്രെഡും കൂടി മുട്ടക്കൂട്ടിലാക്കിങ്ങാണ്ട് ഇതുപോലെ ഗ്യാപ്പ് കവർ ചെയ്യാം. ഇനി അവസാനം ബാക്കി വന്ന മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് കുറച്ചൊന്ന് നേരം വേവിച്ചെടുക്കുക.
ചെറിയ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. അതിൻ്റെ ശേഷം നമുക്കിതുപോലെ വേറെ എന്തെങ്കിലും പാന് വെച്ചിട്ട് അതിൻ്റെ മേലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ കരിയാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ടെടുക്കാം. പാൻ്റെ മുകളിലേക്ക് തന്നെ ഇത് തിരിച്ചിട്ടെടുക്കാം. നമ്മുടെ അടിഭാഗമാണിത്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം കൂടി ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. അധിക നേരം വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, എന്തായാലും ഇഷ്ടപ്പെടും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതുകൂടി പ്രസ് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമ.